ഇന്നലെ വിനോയ് ഇവിടെ വന്നിരുന്നു അല്ലേ? ആര് പറഞ്ഞു? വന്നിരുന്നോ? അശ്വതി പറഞ്ഞു അല്ലേ? വന്ന അന്ന് തന്നെ താൻ എന്റെ അച്ഛനെ തെറി വിളിച്ചു. ഞാൻ ക്ഷമിച്ചു. അശ്വതിക്ക് വേണ്ടി ഞാൻ ക്ഷമിച്ചു. അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വന്നവനല്ലെന്ന് കരുതി അതൊരു വളമായിട്ട് താൻ എടുത്തു. താൻ അവളുടെ മുറി കയറി തോന്നിയാസം പറഞ്ഞു. അപ്പോഴും ഞാൻ എന്നെ നിയന്ത്രിച്ചു. ഇനി എനിക്ക് വയ്യ. താങ്ങാവുന്നതിലും വളരെ കൂടുതലാണിത്. മിസ്റ്റർ ശ്രീധർ എന്താണ് പറഞ്ഞു വരുന്നത്? ആ കുട്ടി എന്റെ അമ്മാവന്റെ മോളാ. അതറിയോ? അതിന് ഞാൻ എന്ത് വേണം? ഇടിച്ചിനെ മൂക്കിയാൻ പറ്റും, മുറത്തി കയറി കൊത്തുന്നു. മിസ്റ്റർ ശ്രീധർ, തനിക്ക് കോംപ്ലക്സ് ആണ്. തേങ്ങാക്കൊലയാണ്. അമ്മാവന്റെ മോളെ നിങ്ങൾ പെട്ടിയിലടച്ച് പൂട്ടണം മിസ്റ്റർ. അതിനെ നല്ല നിന്നെ അങ്ങ് തട്ടുന്നതാ. ആര്? താനോ? അടിച്ച് നിന്റെ കണ്ണ് ഞാൻ പൊട്ടിക്കും. എന്റെ അടുത്ത് അടുക്കരുത്. ഞാൻ പെശകാണ്. ഞാൻ പെശകാണ്. അടുക്കരുത്. അടുക്കരുത്. പെശക. എന്നെ പിടിക്കരുത്. എന്നെ പിടിക്കരുത്. എന്നെ കൊല്ലരുത്. ഇനി നീ അവളെ കാണരുത്. ഇല്ല. എന്റെ വീടിന്റെ ഭാഗത്തേക്ക് വരരുത്. ഇല്ല. എന്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. ഇല്ല. പോ. ഇല്ല. പോടാ. അമ്മ ഇവിടെ തനിച്ചുള്ളൂ? അതെ. എന്ത് പറ്റി? അയ്യോ, അത് പറയാം. അവിടെ വേറെ ആരുണ്ട്? ആരില്ല. എന്താ? ആക്സിഡന്റ്. എനിക്ക് വയ്യേ. എന്ത് പറ്റിന്ന് പറ. ഒരു ലോറി തട്ടി താഴത്തിട്ടു. ഡോക്ടറെ കണ്ടു, മരുന്ന് വെച്ചു. എനിക്കൊന്ന് വിശ്രമിക്കണം. അവിടെ കിടന്നോളൂ. ഇത് പോരാ, പഞ്ഞിക്കിടക്കയിൽ നീണ്ടു നിവർന്ന് കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ആ മുറി കിടന്നോളൂ. അല്ല, കുടിക്കാൻ വല്ലതും വേണോ? കുടിക്കാനൊന്നും വേണ്ട, കുടിക്കാനൊന്നും വേണ്ട. കിടന്നാ മതി. അവിടെ കിടന്നോളൂ. അയ്യോ, അമ്മേ, അമ്മേ, അമ്മേ. ഓ